അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് ഡെയിലി റൂട്ടീനാണ് പറയാൻ പോണത് കേട്ടോ. അപ്പൊ ഞാൻ രാവിലെ നമ്മുടെ രണ്ടുപേരുടെ ഞാൻ രാവിലെ ഒരു 5 മണി ആവാറാകുമ്പോഴേക്കും എഴുന്നേക്കും. എന്നിട്ട് ഇഷാനെ വിളിക്കും. നമ്മളാണ് വീട്ടിലെ ഏറ്റവും രാവിലെ നമ്മളാണ് തലാട്ടുപ്പാവ ഇങ്ങനെ ആട്ടാട്ടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പിന്നെ നമ്മ ഫിയ ചായ വെക്കും. ഞാനിവിടെ പെരയൊക്കെ അടിച്ചിടും. ഞങ്ങള് നിസ്കരിച്ചിട്ടാണ് സുബഹിക്ക് എണീക്കുവേ, നിസ്കരിക്കും. എന്നിട്ട് അപ്പൊ ഇവിടെ ആരും എഴുന്നേറ്റിട്ടൊന്നും ഉണ്ടാവില്ല ഉപ്പാമ്മക്ക്. പിന്നെ വയ്യാത്തോണ്ട് ഉപ്പാമ്മ ഒരു 9 മണി 10 മണിയാണ് ഉപ്പാമ്മ എഴുന്നേക്കാറുള്ളൂ. റംസാൻ അപ്പോഴത്തേക്കും എണീക്കും. പിന്നെ റംസാനെ തൊട്ടിലിട്ടും. അപ്പൊ ചില ദിവസം റംസാന് ഉറങ്ങൂല. അപ്പോഴത്തേക്കും ഞാൻ രാവിലെ എണീപ്പിച്ചിട്ട് എന്നെ കുളിപ്പിക്കും. അപ്പോഴത്തേക്കും പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം ഉപ്പാമ്മക്ക് വയ്യാത്തോണ്ട് ഞങ്ങൾ ഒന്നും അരിപ്പിക്കാറൊന്നുമില്ല. ഞങ്ങൾ തന്നെ വെക്കാറ്. പിന്നെ ചില സമയത്ത് വേണമെങ്കിൽ ഉപ്പാമ്മ അരിഞ്ഞൊക്കെ തരും. ചെലപ്പോ കേട്ടാ, ചെലപ്പോ മാത്രമേ. അതെ, ചെലപ്പോ മാത്രമേ അരിഞ്ഞ് തരുള്ളൂ. പിന്നെ മീനൊക്കെ ഇഷ്ടം ഉണ്ടാക്കും. ഇത് ഞാൻ കഴുകി കൊടുക്കും. ഇഷാത്തും മുറിച്ച് നന്നാക്കും. ഞാൻ ചോറ് വെക്കും ആ സമയം കൊണ്ട്. ചോറ് സാറ്റർഡേ സൺഡേ സ്പെഷ്യലാണ് കേട്ടോ. അപ്പൊ സ്പെഷ്യലാകുമ്പോ ചിക്കനൊക്കെ ഞങ്ങൾ പാടിട്ട് രാവിലെ പോയി എണീറ്റ് പോയി മേടിക്കണം. രാവിലെ തന്നെ പോണം. ഇവിടെ ആരും ഞങ്ങളെ സഹായിക്കണം എന്നുണ്ടാവില്ല. നമുക്ക് ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായി തലാട്ട് നല്ല മനസ്സിലുള്ള സത്യമെന്ന് ചിരിക്കുന്നുണ്ട. എന്നിട്ട് പിന്നെ എന്തെന്നാണ് ഒരു 12 മണിയാവുമ്പോഴാണ് ഉപ്പാമ്മ എണീക്കാൻ വൈകാത്തത്. അതുകൊണ്ട് എന്നിട്ട് ഫുഡ് ഞങ്ങൾ വിളമ്പി കൊടുത്ത് കഴിച്ചിട്ട് വീണ്ടും കിടക്കും ഉപ്പാമ്മ. എന്നിട്ട് പിന്നെ വൈകുന്നേരം എണീക്ക് ചായ കുടിക്കാൻ. ആ ചായ ഉപ്പാമ്മക്ക് സ്പെഷ്യലാണ്. കടുപ്പൊക്കെ നല്ല കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഉപ്പാമ്മ പിന്നെ ഉപ്പാമ്മക്ക് സ്പെഷ്യലായിട്ട് ചായയും കടിയും വേണം. സ്പെഷ്യലായിരിക്കണം. ആർക്കും അങ്ങനെ ഉണ്ടാവരുത്. അപ്പൊ വെറൈറ്റി ആയിരിക്കണം ഉപ്പാമ്മക്ക്. ബിക്കോസ് ഉപ്പാമ്മ കുറച്ച് റെയറാണ്. പിന്നെ മീനൊക്കെ അരിയൂലേ.